മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. അപ്പോൾ നമ്മൾ ഭാവഫലമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടുകൂടി ഭാവഫലം തീർന്നിട്ട് അടുത്ത ക്ലാസ്സിൽ 15ാമത്തെ ചാപ്റ്റർ തുടങ്ങണം. അതാണ് നമുക്ക് വളരെ അത്യാവശ്യം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഏകദേശം ആക്കി. ഇതാണ് വളരെ അത്യാവശ്യപ്പെട്ട ചാപ്റ്റർ 15. ഇപ്പം പഠിക്കേണ്ടത് ഭാവഫലം. അതിലിനി നോക്കേണ്ടത്, നമുക്ക് ഗ്രഹങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശുഭഗ്രഹമെന്നും പാപഗ്രഹമെന്നും. ഈ ശുഭഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശുഭഫലം കൊടുക്കും, പാപഗ്രഹം പാപഫലം കൊടുക്കും എന്നറിയാം. ഇതെങ്ങനെയാണെന്നറിയണം. ഇപ്പം വ്യാഴം ശുഭഗ്രഹം എന്ന് പറയുന്നു. ഈ വ്യാഴം എല്ലാ സ്ഥലത്തും ശുഭനായിരിക്കുമോ? അല്ലെങ്കിൽ ശുക്രൻ ശുഭൻ എന്ന് പറയുന്നു. എല്ലാ സ്ഥലത്തും ശുക്രൻ, എല്ലാ ശുക്രനും എല്ലാ ജാതകത്തിലെയും ശുക്രൻ ശുഭനായിരിക്കുമോ? അല്ലെങ്കിൽ ശനിയും ചൊവ്വയും പാപഗ്രഹം എന്ന് പറയുന്നു. ഈ ശനിയും ചൊവ്വയും എല്ലാ ജാതകത്തിലും അല്ലെങ്കിൽ എല്ലാ ഗ്രഹനിലകളിലും ശനിയും ചൊവ്വയും ദോഷമാണോ? ഇതൊക്കെ നമുക്കറിയണം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശുഭന്മാർ ശുഭഫലം നൽകും, അശുഭഫലം നശിപ്പിക്കും. ഇത് നമുക്കറിയാം. ശുഭഗ്രഹങ്ങള് ശുഭഫലം നൽകും, അതുകൊണ്ടാണ് അവരുടെ ശുഭൻ എന്ന് പറയുന്നത്. അശുഭഫലങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ശുഭന്മാർ ശുഭഫലം നൽകും, അശുഭഫലത്തെ നശിപ്പിക്കും. പാപന്മാർ അശുഭഫലം നൽകും, ശുഭഫലങ്ങളെ നശിപ്പിക്കും. പാപന്മാര് അശുഭഫലം നൽകും, ശുഭഫലങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ശുഭഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വ്യാഴം, ശുക്രൻ, ബുധൻ, പൂർണ്ണചന്ദ്രൻ. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ശുഭനായിട്ട് എടുക്കും. ചന്ദ്രന് ബലമില്ലെങ്കിൽ അതിനെ ഒരു പാപനായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഇവര് ശുഭഫലം നൽകും, അശുഭഫലത്തിനെ നശിപ്പിക്കും. ഇനി പാപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനി, ചൊവ്വ, സൂര്യൻ, പിന്നെ രാഹു, കേതുക്കളും പറയാറുണ്ട്. അവരും പാപഗ്രഹങ്ങളാണ്. അവര് പാപഫലം നൽകും, ശുഭഫലത്തിനെ നശിപ്പിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതിന് വ്യത്യാസങ്ങൾ വരും. ശുഭഗ്രഹം പാപഫലവും നൽകും, പാപഗ്രഹം ശുഭഫലവും നൽകും. അത് എവിടെയൊക്കെയാണ്? അതാണ് അറിയേണ്ടത്. നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആചാര്യന്മാരെ പോലുള്ള വലിയ വലിയ ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആൾക്കാർ പറയും, ആ ശനി ഗുണം ചെയ്യുന്ന ശനിയാണ്, അല്ലെങ്കിൽ ചൊവ്വ ഗുണം ചെയ്യുന്ന ചൊവ്വയാണ്, അല്ലെങ്കിൽ പറയും വ്യാഴം ഗുണം ചെയ്യുന്നതല്ല, ശുക്രൻ ഗുണം ചെയ്യുന്ന ശുക്രനല്ല, അത് മറഞ്ഞു നിൽക്കുന്ന ശുക്രനാണ്, അല്ലെങ്കിൽ പാപത്തുമുള്ള ശുക്രനാണെന്നൊക്കെ പറയുമ്പോൾ അറിഞ്ഞിടാത്തവർ നോക്കിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് 2-3 ശുക്രനുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആധിപത്യം കൊണ്ടും സ്ഥാനഭേദം കൊണ്ടും ഒരേ ഗ്രഹത്തിന് ശുഭത്വവും അശുഭത്വവും ഉണ്ടാകും. ആധിപത്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടലഗ്നം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മേടലഗ്നത്തിന് ചൊവ്വയുടെ ആധിപത്യം ഏതൊക്കെയാണ്? മേടലഗ്നത്തിൽ ചൊവ്വയുടെ ആധിപത്യം സ്വക്ഷേത്രാധിപത്യമുണ്ട്. സ്വക്ഷേത്ര ആധിപത്യം അവിടെ അവരുടെ ഉച്ചം നീചമല്ല. സ്വക്ഷേത്ര ആധിപത്യം ഏതൊക്കെയാണ്? ചൊവ്വയുടെ ആധിപത്യം. മേടലഗ്നത്തിന് ലഗ്നവും 8, ശരിയല്ലേ? ചൊവ്വയുടെ രാശിയുടെ ഏതൊക്കെ? മേടവും വൃശ്ചികമല്ലേ? അതെ സാർ, അതെ. ശ്രദ്ധിക്കണം. അറിഞ്ഞുകൂടെങ്കിൽ ചോദിക്കണം. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മതി. ചൊവ്വയുടെ രാശികളും മേടവും വൃശ്ചികവും. അപ്പോൾ മേട ലഗ്നക്കാരന് ചൊവ്വൻ ലഗ്നാധിപതി എന്ന് പറയാം, അഷ്ടമാധിപതി. അത് കഴിഞ്ഞിട്ട് മേട, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 8. 1ന്റെയും 8ന്റെയും അധിപതി. ശുക്രൻ ഏതിൻ്റെയൊക്കെ അധിപതി? ആധിപത്യം ഏതാണ്?
മേടലഗ്നത്തിന് ലഗ്നത്തിന്റെയും ആറിന്റെയും 2ന്റെയും 7ന്റെയും മേടലഗ്നമാണ് ഉദ്ദേശിച്ചത്. മേടലഗ്നത്തിന് ശുക്രന്റെ ആധിപത്യം 2ഉം 7 ഇടവലഗ്നമല്ല. മേടലഗ്നത്തിന് ശുക്രന് 2ാം ഭാവതി 7ാം ഭാവതി. ബുധനോ? ബുധൻ 3ഉം 6ഉം. ചന്ദ്രൻ 4ാം ഭാവതി, സൂര്യൻ 5ാം ഭാവതി, വ്യാഴം 9ഉം 12ഉം, ശനി 10ഉം 11ഉം. ഇതാണ് ആധിപത്യം എന്ന് പറയുന്നത്. ഒരു ലഗ്നത്തിന് ബേസ് ചെയ്തുകൊണ്ട്, ലഗ്നത്തിൽ നിന്നും കൊണ്ട് ആ ലഗ്നത്തിനനുസരിച്ച് ബാക്കിയുള്ള ഗ്രഹത്തിന്റെ ആധിപത്യം ഏതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് 2ാം ഭാവതി, 3ാം ഭാവതി, 4ാം ഭാവതി, 5ാം ഭാവതി, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതാണ് സംഭവം. ഈ ആധിപത്യത്തിൽ നല്ല ആധിപത്യവും ഉണ്ട്, മോശാധിപത്യവും ഉണ്ട്. അതും കൂടി കണക്കിലെടുക്കുമ്പോൾ ശുഭൻ പാപനാവും, പാപൻ ശുഭനാവും. അതാണ് ഇവിടെ പഠിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലും കുറെ പഠിച്ചു. യോഗകാരകത്വം പഠിച്ചത് ഓർമ്മയുണ്ടോ? യോഗകാരകത്വം പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? അവസാനം പറഞ്ഞത് അതാണ്. അതായത് ഇവിടെ ശുഭന്മാർ ശുഭഫലം നൽകും, അശുഭഫലം നശിപ്പിക്കും. അതുകൊണ്ടാണ് അവരെ ശുഭന്മാരെന്ന് പറയുന്നത്. അശുഭഫലത്തിനെ നശിപ്പിക്കും, ശുഭഫലം കൊടുക്കും. പാപന്മാർ അശുഭഫലം കൊടുക്കും, ശുഭഫലത്തിനെ നശിപ്പിക്കും. ഇതൊരു കോമൺ അപ്രോച്ച്, കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു അപ്രോച്ച്. ഇനി ആധിപത്യം കൊണ്ടും സ്ഥാനഭേദനം കൊണ്ടും ഒരേ ഗ്രഹത്തിന് ശുഭത്വവും അശുഭത്വവും ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മേടലഗ്നം ഞാനിപ്പോ പറഞ്ഞു തരാം. മേടലഗ്നം ചൊവ്വ 1ന്റെയും 8ന്റെയും അധിപൻ. 1ന്റെയും 8ന്റെയും അധിപനാണ് ചൊവ്വ. ചൊവ്വ ലഗ്നാധിപനും നഷ്ടമാധിപനും. ഈ ചൊവ്വ അതിൻ്റെ ബലമുള്ള രാശികളിൽ നിന്നാൽ നല്ല ഫലം കൊടുക്കും. ചൊവ്വയ്ക്ക് ബലമുള്ള രാശികൾ ഏതൊക്കെയാണ്? മേടം, വൃശ്ചികം, പിന്നെ ഉച്ചം വരുന്ന മകരം. ഇത്രയും സ്ഥലത്ത് നിന്നാൽ അത് നല്ല ഫലം കൊടുക്കും. അപ്പോൾ പാപഗ്രഹമാണ് ചൊവ്വ, പാപഗ്രഹമാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ലഗ്നം ഏതെന്ന് നോക്കണം. അതാണ് ഫസ്റ്റില് ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം ലഗ്നത്തിനെ നോക്കിക്കൊള്ളണം. ലഗ്നത്തിനെ വച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള എല്ലാം കളിക്കുന്നത്. എന്നിട്ട് ആ ചൊവ്വ എവിടെ നിൽക്കണമെന്ന് നോക്കണം. മേടത്തിലാണോ എങ്കിൽ സ്വക്ഷേത്ര ബലവാൻ കൊള്ളാം. വൃശ്ചികത്തിലാണോ അഷ്ടമാധിപനും സ്വക്ഷേത്ര ബലവാനാണ്, കൊള്ളാം. ഇനി അത് മകരത്തിലാണോ നിൽക്കുന്നത്, ഉച്ചം, കൊള്ളാം, നല്ലതാണ്. ഈ ചൊവ്വ വളരെ ദോഷം ചെയ്യൂല. ദോഷമില്ലാതെ അല്ല, ചൊവ്വയുടെ ക്യാരക്ടർ കാണിക്കുമെങ്കിലും വളരെ ദോഷമൊന്നും ചെയ്യൂല. നല്ല ചൊവ്വയാണ്. ശുഭത്വം ഉണ്ടാവും, പാപത്വം കുറയും. ശുഭത്വം കൂടും, പാപത്വം കുറയും. ഇനി ഇതേ ലഗ്നം തന്നെ, ലഗ്നത്തിനെ മാറ്റിയിട്ടില്ല. ഈ ചൊവ്വ കർക്കിടകത്തിൽ നിന്നാലോ? നീചം, നല്ല ഫലം ചെയ്യൂല. അപ്പൊ ലഗ്നവും മാറിയില്ല, ഗ്രഹവും മാറിയില്ല. പക്ഷെ ഗ്രഹത്തിന്റെ രാശി മാറുമ്പോൾ അത് കുഴപ്പമുണ്ടാകുന്നു. ഇതാണ് പാവപത്യം കൊണ്ടും സ്ഥാനഭേദനം കൊണ്ടും ഒരേ ഗ്രഹത്തിന് ശുഭത്വവും പാപത്വവും ഉണ്ടാകും എന്ന് പറയുന്നത്. അതിന് ബലമുണ്ടെങ്കിൽ ശുഭഫലം കൊടുക്കും, ബലമില്ലെങ്കിൽ പാപഫലം കൊടുക്കും. നമ്മൾ ഇങ്ങനെ പഠിച്ച് പോയിന്റ് കാണാതെ പഠിച്ചാൽ ഒന്നും ഉപയോഗമില്ല. ഒരു എക്സാമ്പിൾ കൂടി ഇടുമ്പോഴേ അത് എന്തെന്ന് മനസ്സിലാവൂ. ഈ എക്സാമ്പിൾ ഇല്ലാതെ നീചഭംഗരാജയോഗം എന്ന് പറയുമ്പോഴോ അത് രണ്ടാമത് പഠിക്കാം. നീചത്തിന്റെ കഷ്ടതകളെല്ലാം അനുഭവിച്ചിട്ട് നീചഭംഗം ഉണ്ടാവുള്ളൂ. നീചത്തിന്റെ കഷ്ടതകളെല്ലാം അനുഭവിച്ചിട്ട് കൊടുക്കും. ഇവിടെ ഈ മിലിറ്ററിയിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന, മിലിറ്ററിയിലും പോലീസിലൊക്കെ ട്രെയിനിങ് കൊടുക്കും പോലെ ട്രെയിനിങ് കൊടുത്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല ഫലം കിട്ടും എന്ന് പറയുന്നത് പോലെ ഒരു എക്സാമ്പിളിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശുഭന്മാർ ശുഭഫലം നൽകും, ദോഷഫലം നശിപ്പിക്കും. പാപന്മാർ അശുഭഫലം കൊടുക്കും, ശുഭഫലങ്ങളെ നശിപ്പിക്കും. ഇനി ഇവരുടെ ലഗ്നം വെച്ചിട്ട് ഇവരുടെ ആധിപത്യം കൊണ്ടും സ്ഥാനഭേദം കൊണ്ടും
ഒരേ ഗ്രഹത്തിന് ശുഭത്വവും അശുഭത്വവും ഉണ്ടാകും. ഇവിടെ ഗ്രഹം ബലവാനാണെങ്കിൽ ശുഭത്വം ഉണ്ടാകും, ബലഹീനനാണെങ്കിൽ അശുഭത്വം ഉണ്ടാകും. അതിനാണ് പറഞ്ഞത് മേട ലഗ്നത്തിന് വെച്ചിട്ട് പറഞ്ഞു. മേട ലഗ്നത്തിന് ചൊവ്വ ലഗ്നാധിപതി, 8ാം ഭാവപതി. ഈ ചൊവ്വ മേടത്തിൽ നിന്നാൽ നല്ലത്, വൃശ്ചികത്തിൽ നിന്നാലും നല്ലത്, സ്വക്ഷേത്രത്തിൽ നിന്നാൽ കുഴപ്പമൊന്നുമില്ല, ബന്ധുവര് അതിന്റെ ബലമുള്ള സ്ഥലത്ത്. മകരത്തിൽ നിന്നാൽ അതിനേക്കാളും നല്ലത് ഉച്ചം. എന്നാൽ കർക്കടകത്തിൽ നിന്നാൽ പാപഫലം കൂടും, ശുഭഫലം കുറയും എന്നാണ് ഇപ്പൊ പഠിച്ചത്. ഇനി ഒന്നുകൂടെ, അപ്പോൾ ഇത് ഒരു പ്രധാന പോയിന്റ്. ഇനി വേറെ, ഇനി കുംഭലഗ്നം. കുംഭലഗ്നത്തിന് ശനി മേടത്തിൽ നിന്നാൽ എങ്ങനെ ഇരിക്കും? നീചം. ഒന്നിനും കൊള്ളൂല. എനിക്ക് അറിയാന്നുള്ള ഒരാളുണ്ട്, 69 ഡേറ്റ് ഓഫ് ബർത്ത്, കുംഭലഗ്നവും മേടത്തിൽ ശനിയും. അദ്ദേഹത്തിന് ആ ശനിയുടെ ദശ വന്നപ്പോൾ അനുഭവിച്ച കഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല, അത്രത്തോളം കഷ്ടത അനുഭവിച്ചു. കുംഭലഗ്നവും തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം, കുംഭലഗ്നവും മേടത്തിൽ ശനിയും. തിരുവാതിര എന്ന് വെച്ചാൽ തീരാറായി. ഒരു 1.5-2 വർഷമോ 2 വർഷമോ 3 വർഷമോ എന്തോ രാഹു ഉണ്ടായിരുന്നു. 16 വർഷം വ്യാഴവും കഴിഞ്ഞ് 19-20 വയസ്സിൽ ശനി തുടങ്ങി. പിന്നെ ഒന്നും പറയണ്ട. ആ സമയത്ത് അനുഭവിച്ച കഷ്ടം എന്ന് വെച്ചാൽ ആ പയ്യനെ സംബന്ധിച്ച്, ആ പയ്യന് ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡാണ്. ഒരു പഠിത്തം കംപ്ലീറ്റ് ആക്കിയില്ല, ജോലി കിട്ടിയില്ല, വിവാഹം നടക്കുക, എല്ലാം നടക്കേണ്ട സമയത്ത് ഈ സാധനം വന്ന് കയറി കൊടുത്തു. അത് തുലയ്ക്കാൻ വേണ്ടി തുലച്ച് നശിപ്പിച്ചു കളഞ്ഞു, ഒരു ഭ്രാന്തനാക്കി എന്നാണ് പറയാൻ. ബാക്കി ഗ്രഹങ്ങളൊക്കെ കൊള്ളാം. 7 ശുക്രനുണ്ട്, 8 ബുധൻ, 8ാം ഭാവതി 8 സൂര്യൻ ബലവാനാണ്, ചന്ദ്രൻ 5 അവരെല്ലാവരും കൊള്ളാം. ചന്ദ്രന് ബലമുണ്ട്, സൂര്യന് ബലമുണ്ട്, ശുക്രന് ബുധന് ഒക്കെ ബലമുണ്ട്. വ്യാഴം 8 9 69 ഡേറ്റ് ഓഫ് ബർത്ത്. ബാക്കി ഒന്നും കുഴപ്പമില്ല. അപ്പോഴും അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചോദിക്കും ചിലപ്പം ഈ ശനിയെ കൊണ്ടല്ല വേറെ ഗ്രഹങ്ങൾക്ക് ബലം, വേറെ ഗ്രഹങ്ങളെല്ലാം കൊള്ളാം. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആധിപത്യം കൊണ്ടും സ്ഥാനഭേദം കൊണ്ടും ഒരേ ഗ്രഹത്തിന് ശുഭത്വവും അശുഭത്വവും വരും. ഇവിടെ ഗ്രഹം ബലമെങ്കിൽ ശുഭഫലം കൊടുക്കും, ബലമില്ലെങ്കിൽ അശുഭഫലം കൊടുക്കും. അപ്പോൾ ഒരേ ലഗ്നമാണ്, ഒരേ ഗ്രഹമാണ്. അത് ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശുഭഫലം കൊടുക്കും, ബലമില്ലെങ്കിൽ അശുഭഫലം കൊടുക്കും. നിങ്ങൾ ചോദിക്കും ചൊവ്വ അഷ്ടമത്തിൽ, ഇപ്പം മേട ലഗ്നം ചൊവ്വ അഷ്ടമത്തിലല്ലേ നിൽക്കണമെന്ന് ചോദിക്കും. മേട ലഗ്നത്തിന് ചൊവ്വ അഷ്ടമത്തിൽ നിന്നാൽ ഏത് രാശി? വൃശ്ചികം. അത് ഒരു ഗ്രഹം അനിഷ്ടസ്ഥിതിയിലായിരുന്നാലും അതിന്റെ ബലമുള്ള രാശിയിൽ നിന്നാൽ നല്ല ഫലം കൊടുക്കും. അതാണ് കാണാതെ പഠിക്കേണ്ടത്. ഇപ്പൊ അഷ്ടമമാണ്, വൃശ്ചികമാകുമ്പോ അഷ്ടമം. അപ്പോൾ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുകയല്ലേ, അപ്പോ കുഴപ്പം തന്നെ. അഷ്ടമത്തിൽ ചൊവ്വ ഒരു കുഴപ്പവുമില്ല. അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിന്നാൽ ഒരു ദോഷവുമില്ല. ഒരു ഗ്രഹം അനിഷ്ടസ്ഥിതിയിൽ നിന്നാലും അതിന്റെ ബലമുള്ള രാശിയിലാണ് നിൽക്കുന്നെങ്കിൽ ഉച്ചമോ സ്വക്ഷേത്രമോ മൂലത്തൂണോ കുഴപ്പമില്ല. ഇനി അതുപോലെ ഇനി ഒരു കാര്യം കൂടെ പെട്ടെന്ന് നിങ്ങൾ എത്തണം, പറയുമ്പോഴൊന്ന് എത്തണം. ധനുലഗ്നം ഒന്ന് ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ ഒന്ന് വരച്ചിട്ടാലും കുഴപ്പമില്ല. പെട്ടെന്ന് ഒരു പെൻസിൽ കൂടി കയ്യിൽ വെച്ചിട്ട്, പെൻസിലും ഇറേസറും കയ്യിൽ വെച്ചേക്കണം, അപ്പോൾ വരച്ചിട്ട് അഴിച്ചാൽ കളയാം. ധനുലഗ്നം, വ്യാഴം കർക്കടകത്തിൽ എങ്ങനെയിരിക്കും? ഈ വ്യാഴം നല്ലതാണോ മോശമാണോ? എത്രാം ഭാവത്തിലാണ് വരുന്നത്? വ്യാഴം എത്രാം ഭാവത്തിൽ വരുമെന്ന് ചോദിച്ചു. 8 വരുമെങ്കിലും അത് ഉച്ചസ്ഥാനമാണ്. ഉള്ളതത്തിന് നന്നായിരിക്കും. കിട്ടേണ്ടത് കുറച്ചൊക്കെ കിട്ടും, എന്നൊരു കുഴപ്പമില്ല. അഷ്ടമത്തിൽ വ്യാഴം പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദോഷമൊന്നും വരില്ല. നമ്മൾ ജാതകം എടുത്ത് ശാസ്ത്രം എടുത്ത് വെച്ചിട്ട് അഷ്ടമത്തിൽ ചൊവ്വ എന്നാൽ നീച എന്നാണ് പറയുന്നത്, നീചനായിരിക്കും. അങ്ങനെയൊന്നുമില്ല, അതൊന്നും പറയാൻ പാടില്ല.
അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ നീച എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിന് ബലമുള്ള ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. പക്ഷെ സാറേ, അഷ്ടമ ഭാവത്തിനും ആ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും ഗുണം ഉണ്ടാവില്ലല്ലോ. അഷ്ടമം സ്വതേ ദുഷ്ടസ്ഥാനാണല്ലോ. അഷ്ടമം ദുഷ്ടസ്ഥാനമാണെങ്കിലും ഒരു ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ബലമുള്ള രാശിയാണെങ്കിൽ ആ ഗ്രഹത്തിന് പറയുന്ന കാര്യങ്ങൾ നന്നായിരിക്കും. അത് നമ്മൾ അവിടെ എഫക്റ്റ് ചെയ്യൂല. ഈ നേരെ മറിച്ച് അപവാദങ്ങളൊന്നും ഉണ്ടാവില്ല. ഫലദാന ശേഷി ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ബലവാനായിട്ട് ബലമുള്ള ഭാവത്തിൽ നിൽക്കുന്നത് പോലുള്ള, ഇപ്പം വ്യാഴം അതേ സമയം വൃശ്ചിക ലഗ്നത്തിന് അവിടെ നിന്ന് കഴിഞ്ഞാൽ 9ാം ഭാവാവധിയാണ്. 9ാം ഭാവത്തിൽ ആ ഫലം കിട്ടൂല എന്ന് പറഞ്ഞ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടുള്ള ദുഷിച്ച ഫലം എല്ലാം വരും എന്നൊന്നും പറയാൻ പറ്റൂല. പൂർണ്ണമായി കിട്ടുമെന്ന് ചോദിച്ചാൽ പൂർണ്ണമായി കിട്ടൂല. പക്ഷെ വളരെ മോശമെന്ന് പറയാനും പറ്റൂല. ഒരു മീഡിയം കണക്കിന് കിട്ടും. വളരെ അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ നീച എന്നാണ് പറയുന്നത്. ആ ഫലമൊന്നും വരില്ല എന്നുള്ളതാണ് പറഞ്ഞു പോയത്. അപ്പോൾ ഇതൊന്ന് എഴുതാം. ശുഭഗ്രഹങ്ങൾ ശുഭഫലം നൽകും, അശുഭഫലം നശിപ്പിക്കും. ശുഭഗ്രഹങ്ങൾ ശുഭഫലം നൽകും, അശുഭഫലം നശിപ്പിക്കും. അടുത്ത ലൈനിൽ പാപന്മാർ അശുഭഫലങ്ങൾ നൽകും, ശുഭഫലം നശിപ്പിക്കും. പാപന്മാർ അശുഭഫലം നൽകും, ശുഭഫലം നശിപ്പിക്കും. ശുഭഫലം അശുഭഫലം നൽകും, ശുഭഫലം നശിപ്പിക്കും. ഗുരു, അടുത്ത ലൈനിൽ ഗുരു, ശുക്രൻ, ബുധൻ, പൂർണ്ണചന്ദ്രൻ. ഗുരു, ശുക്രൻ, ബുധൻ, പൂർണ്ണചന്ദ്രൻ എന്നിവർ ശുഭന്മാരും ശനി, ചൊവ്വ, സൂര്യൻ, ക്ഷീണചന്ദ്രൻ. ശനി, ചൊവ്വ, സൂര്യൻ, ക്ഷീണചന്ദ്രൻ, രാഹുകേതുക്കൾ പാപന്മാരുമാണ്. രാഹുകേതുക്കൾ പാപന്മാരുമാകുന്നു. അടുത്ത ലൈനിൽ ആധിപത്യം കൊണ്ടും സ്ഥാനഭേദം കൊണ്ടും ഒരേ ഗ്രഹത്തിന് ശുഭത്വവും അശുഭത്വവും ഉണ്ടാകും. ആധിപത്യം കൊണ്ടും സ്ഥാനഭേദം കൊണ്ടും ഒരേ ഗ്രഹത്തിന് ശുഭത്വവും അശുഭത്വവും ഉണ്ടാകും. ഇവിടെ ഗ്രഹം ബലവാനാണെങ്കിൽ ശുഭഫലവും, ഇവിടെ ഗ്രഹം ബലവാനാണെങ്കിൽ ശുഭഫലവും ബലഹീനനാണെങ്കിൽ പാപഫലവും ലഭിക്കും. ഇനി ഒരു ഗ്രഹനില വരയ്ക്കണം. ചെറിയൊരു ഗ്രഹനില വരച്ചാൽ മതി, എന്നാലേ പറ്റത്തുള്ളൂ. ചെറിയൊരു ഗ്രഹനില, അപ്പുറത്ത് വീണ്ടും ഒരു ഗ്രഹനില, രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം വരയ്ക്കണം. അപ്പുറവും ഇപ്പുറമായിട്ട് വരയ്ക്കണം. നമുക്ക് പെട്ടെന്ന് കാണാൻ 2 പേജിൽ പോകരുത്. ചെറുതായിട്ട് ഒരേ താരതമ്യം ചെയ്യാൻ സൗകര്യത്തിന് അടുത്തടുത്ത് 2 എണ്ണം വരയ്ക്കണം. ആദ്യത്തേതില് ലഗ്നം മേടത്തിലിടണം. ലഗ്നം മേടത്തില്, ചൊവ്വയും മേടത്തിലിടണം. ചൊവ്വയും മേടത്തില്,
വൃശ്ചികത്തിലും മകരത്തിലും ചൊവ്വ ഇടണം. അങ്ങനെ കിടക്കട്ടെ, മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നത്. വൃശ്ചികത്തിലും ചൊവ്വ ഇടണം, മകരത്തിലും ചൊവ്വ ഇടണം. 3 ചൊവ്വയില്ല, ഒരു ചൊവ്വ തന്നെ ഈ 3 വരിക എന്നുള്ള അർത്ഥത്തിലാണ് ഇത് അങ്ങനെ എഴുതുന്നത്. മനസ്സിലാകുന്നല്ലോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കുക. 3 ചൊവ്വ ഇല്ല, ചൊവ്വ ഒന്നേ ഉള്ളൂ. ഈ 3-ൽ എവിടെ വേണമെങ്കിലും വരാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നത്. ഇനി അപ്പുറത്ത് മേട ലഗ്നവും കർക്കടകത്തിലെ ചൊവ്വയും. മേട ലഗ്നവും കർക്കടകത്തിലെ ചൊവ്വയും നമ്മൾ പെട്ടെന്ന് എടുത്ത് വെച്ച് നോക്കും, 3 ചൊവ്വ കിടക്കണം. അങ്ങനെയല്ല, ഇതിൽ എവിടെ വേണമെങ്കിലും വരാം എന്നുള്ള അർത്ഥമാണ്. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നത്. കർക്കിടകത്തിൽ വരുമ്പോൾ മേടലഗ്നവും കർക്കിടകത്തിൽ ചൊവ്വയും. 1-ാമത്തെ ഗ്രഹനിലയിൽ മേടലഗ്നം, ചൊവ്വ മേടത്തിൽ വന്നാലും വൃശ്ചികത്തിൽ വന്നാലും മകരത്തിൽ വന്നാലും ബലവാനായതുകൊണ്ട് ശുഭഫലം നൽകും. 1-ാമത്തെ ഗ്രഹനിലയിൽ ലഗ്നം മേടം, ചൊവ്വ മേടത്തിൽ വന്നാലും വൃശ്ചികത്തിൽ വന്നാലും മകരത്തിൽ വന്നാലും ബലവാനാണ്, ശുഭഫലം നൽകും. ബലവാനാണ്, അത് വേണം, ആ വാക്ക് വേണം. ശുഭഫലം നൽകും. രണ്ടാമത്തെ ഗ്രഹനിലയിൽ ലഗ്നം മേടം, 2-ാമത്തെ ഗ്രഹനിലയിൽ ലഗ്നം മേടം, ചൊവ്വയ്ക്ക് ബലമില്ല, നീചമാണ്. ഈ ചൊവ്വ അശുഭ ഫലമേ നൽകൂ. 2-ാമത്തെ ഗ്രഹനിലയിൽ ലഗ്നം മേടം, ചൊവ്വയ്ക്ക് നീചം. ഈ ചൊവ്വ അശുഭ ഫലമേ നൽകൂ. ഇപ്പോഴും നമ്മൾ എഴുതിയതിന്റെ അർത്ഥം മനസ്സിലായിരിക്കും. ഒരേ ഗ്രഹം, ഒരേ ലഗ്നം, പക്ഷെ അതിന് ആ ലഗ്നാധിപനായ ചൊവ്വ നിൽക്കുന്ന സ്ഥലം മാറിയപ്പോൾ ഗുണം മാറി. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് 2 ചൊവ്വയുണ്ടാവും, ഒരു ചൊവ്വയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിൽക്കേണ്ട സ്ഥലത്ത് നിന്നില്ലെങ്കിൽ കുഴപ്പം തന്നെയാണ്. അതാണ് നമ്മുടെ ജ്യോതിഷത്തിന്റെ ഇതൊക്കെ ഫണ്ടമെന്റലാണ്, വെരി പ്രിലിമിനറീസ്, തുടക്കം മുതൽ. പക്ഷെ അതറിഞ്ഞാലേ പഠിക്കുന്നത് മനസ്സിലാവുള്ളൂ. അടുത്ത പോയിന്റ്, അടുത്ത പോയിന്റ്, സ്ഥാനം, യോഗം എന്നിവ കൊണ്ട് ശുഭൻ പാപഫലവും പാപൻ ശുഭഫലവും നൽകും. അതെങ്ങനെയാണ്? ശുഭൻ ചിലപ്പം പാപഫലം കൊടുക്കും, പാപൻ ശുഭഫലം കൊടുക്കും. നേരെ തിരിയും. അങ്ങനെയും ഒരു ഇടപാടുണ്ട്. അതായത് സ്ഥാനം, യോഗം, നിൽക്കുന്ന സ്ഥാനം. നമ്മൾ പറയുന്നത് നമ്മൾ നിൽക്കേണ്ടടുത്ത് നിന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ യോഗം, നമ്മൾ എന്താണ് യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിക്കുക. യോജിച്ച് നിൽക്കേണ്ടടുത്ത് യോജിച്ച് നിൽക്കണം, എന്നാലേ പറ്റുള്ളൂ. അതുപോലെ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നാലേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ഗ്രഹത്തിനും ആ ബന്ധമുണ്ട്. ഒരു ഗ്രഹം നിൽക്കുന്ന സ്ഥാനം അനുസരിച്ചും, സ്ഥാനം എന്ന് വെച്ചാൽ പാവപത്യം, ഞാൻ ആദ്യം പറഞ്ഞു, പാവപത്യം അനുസരിച്ചും യോഗം അനുസരിച്ച്. യോഗം എന്ന് വെച്ചാൽ മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള സംയോഗം. യോഗം എന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശനിയും ചൊവ്വയും കൂടി യോഗം ചെയ്യുക, ചൊവ്വയും ബുധനും കൂടി യോഗം ചെയ്യുക, വ്യാഴവും ശനിയും കൂടി യോഗം ചെയ്യുക, സൂര്യനും ചന്ദ്രനും കൂടി യോഗം ചെയ്യുക. ഇങ്ങനെ യോഗം. ഈ യോഗം കൊണ്ടും സ്ഥാനം കൊണ്ടും, നിൽക്കുന്ന സ്ഥാനം കൊണ്ടും അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ ആധിപത്യം കൊണ്ടും ശുഭഫലവും പാപഫലവും നൽകും. ശുഭൻ പാപഫലം കൊടുക്കും, പാപൻ ശുഭഫലം കൊടുക്കും. അതാണ് നമുക്കിനി പഠിക്കേണ്ടത്. അതെങ്ങനെയൊക്കെയെന്ന് നോക്കണം. പാപഗ്രഹങ്ങൾ ബലവാനായി ശുഭവർഗത്തിലും ബലവാനായ ശുഭദൃഷ്ടിയിലും വരുമ്പോൾ ശുഭഫലം നൽകും. പാപഗ്രഹങ്ങൾ ബലവാനായി ശുഭവർഗത്തിൽ, ശുഭന്മാർ പാപവർഗത്തിലും ദുർബലനായിരിക്കുകയും ചെയ്താൽ പാപന്മാരുടെ യോഗദൃഷ്ടിയും വന്നാൽ അശുഭഫലം നൽകും. ഇതൊരു ഭയങ്കരപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജ്യോതിഷമൊക്കെ ഏകദേശം മനസ്സിലായതിന് തുല്യമാണ്.
അതായത് പാപഗ്രഹങ്ങൾ ബലവാനായി ശുഭവർഗത്തിൽ, ഈ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗം, ഷഡ്വർഗങ്ങളല്ലേ സാറേ ഉദ്ദേശിക്കുന്നത്? ഷഡ്വർഗം, അത് തന്നെയാണ്. ഷഡ്വർഗം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. സപ്തവർഗവും ഷോഡശവർഗവും ഒന്നും നോക്കണ്ട. നമ്മൾ കോരയിൽ ഷഡ്വർഗമേ പറയുന്നുള്ളൂ. നിൽക്കുന്ന രാശി, കോര, ദ്രേക്കാണം, നവാംശകം, ദ്വാദശാംശകം, ത്രിംശാംശകം. ഇതിന്റെ അധിപന്മാര് ബലവാനായിരിക്കണം. അതൊക്കെ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ജ്യോതിഷത്തിൽ കാൽക്കുലേഷൻ പാർട്ടൊക്കെ ക്ലിയർ ആയി എന്നർത്ഥം. നിൽക്കുന്ന രാശിക്ക് ബലം വേണം. രാശിയുടെ അധിപൻ അതാണ് രാശ്യാധിപന് ബലം വേണം. കോര, അത് കോര വെച്ചാൽ സമയ സംബന്ധമായ കോരയല്ല. സൂര്യകോരയാണോ ചന്ദ്രകോരയാണോ ആ കോരാനാഥന് ബലം വേണം. ദ്രേക്കാണനാഥന് ബലം വേണം. നവാംശകാധിപന് ബലം വേണം. ദ്വാദശാംശകാധിപന് ബലം വേണം. ത്രിംശാംശകാധിപന് ബലം വേണം. അതാണ് വർഗാധിപന്മാർ, വർഗത്തിന്റെ അധിപന്മാർ. നവാംശകത്തിനല്ല, നവാംശകാധിപനാണ് ബലം വേണ്ടത്. ഇവിടെയാണ് നവാംശകത്തിനെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നവാംശകത്തിൽ ചെന്ന് അംശിച്ചിരിക്കുന്നതല്ല നോക്കേണ്ടത്, അംശകാധിപനെയാണ് നോക്കേണ്ടത്. അങ്ങനെ ശുഭവർഗം, പാപഗ്രഹങ്ങൾ ബലവാനായി എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വേറെ ഒന്നും ഇപ്പം ഓടൂല. പാപഗ്രഹങ്ങൾ ബലവാനായി ശുഭവർഗത്തിലും ബലവാനായ ശുഭദൃഷ്ടിയിലും, അതായത് പാപഗ്രഹങ്ങൾ ബലമുള്ള രാശിയിൽ നിൽക്കുകയും ബലമുള്ള ശുഭനുമായിട്ട് യോഗം ചെയ്യുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്യുമ്പോഴും അവർ ശുഭഫലം നൽകും, പാപഫലം കുറയും. പാപഗ്രഹങ്ങൾ ബലവാന്മാരായിരിക്കുകയോ അല്ലെങ്കിൽ ശുഭന്റെ യോഗദൃഷ്ടിയിലോ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ശുഭഫലം നൽകും. ശുഭന്മാർ പാപവർഗത്തിലും ദുർബലനായിരിക്കുകയും പാപന്മാരോടുകൂടി ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ പാപഫലം കൊടുക്കും. ഇത് എക്സാമ്പിൾ ഇട്ടാലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഒന്ന് എഴുതിക്കൊള്ളണം, എഴുതിയിട്ട് എക്സാമ്പിൾ ഇട്ട് നീറ്റായിട്ട് പറഞ്ഞുതരാം. സ്ഥാനം, യോഗം എന്നിവ കൊണ്ട് ശുഭന്മാർ പാപഫലവും പാപന്മാർ ശുഭഫലവും നൽകും. ശുഭന്മാർ പാപഫലവും പാപന്മാർ ശുഭഫലവും നൽകും. ശുഭന്മാർ പാപഫലവും നൽകും. ഒന്നാമത്തെ പോയിന്റ്, പാപഗ്രഹങ്ങൾ ബലവാന്മാരായിരിക്കുകയോ ശുഭവർഗത്തിലോ ശുഭയോഗദൃഷ്ടിയിലോ വരികയും ചെയ്താൽ ശുഭഫലം നൽകും. പാപഗ്രഹങ്ങൾ ബലവാന്മാരായിരിക്കുകയോ ശുഭയോഗത്തിലോ ശുഭദൃഷ്ടിയിലോ വരികയോ ചെയ്താൽ ശുഭഫലം നൽകും. അടുത്ത പോയിന്റ്, ശുഭന്മാർ ബലഹീനനാവുകയോ പാപയോഗദൃഷ്ടികളിലോ വരികയും ചെയ്താൽ അശുഭഫലം നൽകും.
ഒരു ഗ്രഹനില വരച്ചോളണം. പാപവർഗത്തിലും ചേർക്കണ്ടേ സാർ? പാപവർഗവും കൂടി ചേർത്തോളണം. ഞാനത് സ്കിപ്പ് ചെയ്തു. രണ്ടാമത് എഴുതിയതിൽ പാപവർഗം എന്ന് എഴുതിയില്ല. എഴുതിക്കൊള്ളു. ഒരു ഡിറ്റോ ഇട്ടിട്ട് എഴുതിക്കൊള്ളു. ഒരു ഗ്രഹനില വരച്ചോളണം. കർക്കടക ലഗ്നം മകരത്തില് വ്യാഴം മതി. കർക്കടക ലഗ്നം മകരത്തില് വ്യാഴം, അത് മാത്രം മതി. വളരെ പറയാനുണ്ട് അതിനകത്ത്. ഏഴില് വ്യാഴമാണ്. ഏഴില് വ്യാഴം നിന്നാൽ കോരയിൽ പറയുന്നത് പിതാവിനേക്കാൾ കുടുംബത്തിൽ നല്ല പ്രാതിനിധ്യം ഉണ്ടാവുന്നതാണ്. അച്ഛനേക്കാൾ പ്രശസ്തനായിരിക്കും എന്നുവെച്ചാൽ നല്ല ഫലമാണ്. ഏഴില് വ്യാഴം നിന്നാൽ നല്ല ഫലമാണ് പറയുന്നത്. ഇനി ഈ വ്യാഴം ആരാണ്? ഏതൊക്കെ പാപപത്യമാണ് പറയണം? കർക്കടക ലഗ്നത്തിന് വ്യാഴം ഏതൊക്കെ പാപപത്യം? 6, 9. 6ഉം 9ഉം. 9ആം ഭാവപതിയെ നമ്മൾ എന്തെന്ന് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ? ധർമ്മ ശുഭപതി എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ? ശുഭപതി. 9ആം ഭാവപതിക്ക് മാത്രമേ ആ വെയിറ്റ് കൊടുക്കുന്നുള്ളൂ. ശുഭപതി എന്നാണ് പറയുന്നത്. 9ആം ഭാവപതി എവിടെ നിന്നാലും നല്ലതാണ്. അത് ഏത് പാപഗ്രഹമായിരുന്നാലും 9ആം ഭാവപത്യം ഉണ്ടെങ്കിൽ അയാൾ നല്ലതേ ചെയ്യുള്ളൂ. ഇപ്പൊ ധനു ലഗ്നത്തിന് സൂര്യനാണ് 9ആം ഭാവപതി. ആ സൂര്യൻ എവിടെ നിന്നാലും നല്ലത് ചെയ്യും. പക്ഷേ ബലമില്ലെങ്കിൽ കുഴപ്പമാണ്. ഇവിടെ നമ്മളെ ജാതകാദേശം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, കേട്ടിരിക്കും എല്ലാവരും. അതിനകത്ത് 13ാമത്തെ ചാപ്റ്ററിൽ 2ാമത്തെ പ്രമാണത്തിന്റെ ഉള്ളിൽ വരും. വ്യാഴം നീചം ഭവിച്ച് 7ൽ പോയി കഴിഞ്ഞാൽ ധാരനാശം എന്നാണ് പറയുന്നത്. വ്യാഴം നീചം ഭവിച്ച് 7ൽ പോകണമെങ്കിൽ ഇങ്ങനെ വരണം. നീചം ഭവിച്ച് 7ൽ വരണമെങ്കിൽ കർക്കടക ലഗ്നവും മകരത്തിൽ വ്യാഴവും വന്നാലേ പറ്റൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 9ആം ഭാവപതി എവിടെ നിന്നാലും നല്ലത് ചെയ്യുമെന്നാണ്. ഇവിടെ വ്യാഴം 9ആം ഭാവപതിയല്ലേ, പിന്നെ നല്ലതല്ലേ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇത് എക്സംഷൻ കേസാണ്. ഈ വ്യാഴത്തിന് ബലമില്ലാതെ 7 ധാരനാശം. കുറഞ്ഞത് 2 കല്യാണമെങ്കിലും നടത്തിയിട്ടേ വിടൂല്ല. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി തന്നെ 2ഓ 3ഓ കല്യാണം നടന്ന കേസുകളുണ്ട്. 2ഉം 3ഉം കല്യാണം നടന്ന കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. ശുഭന്മാർ ദുർബലനായിരിക്കുകയും, ആ വാക്കിന്റെ മറുപടിയാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ ദുർബലനായിരുന്നു കഴിഞ്ഞാൽ അത് നല്ല ഫലം കൊടുക്കൂല. ഇവിടെ വ്യാഴം നീചമാണ്. അത് 9ആം ഭാവപതി കൂടിയാണെങ്കിലും നീചം ഭവിച്ച വ്യാഴം 7ൽ വരുന്നത് ധാരനാശം എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഈ വ്യാഴം നല്ലത് ചെയ്യൂല. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് എഴുതിക്കൊള്ളണം. വ്യാഴം നീചമാണ്, ബലമില്ല. വ്യാഴം നീചമാണ്, ബലമില്ല. ഒൻപതാം ഭാവപതി ആണ് 7ൽ നിൽക്കുന്ന വ്യാഴം. 9ആം ഭാവപതി കൂടിയാണ് 7ൽ നിൽക്കുന്ന വ്യാഴം. ആണെങ്കിലും 9ആം ഭാവതിയാണ് 7ൽ നിൽക്കുന്ന വ്യാഴം ആണെങ്കിലും ഇത് ധാരനാശത്തെ സൂചിപ്പിക്കുന്നു. അത് വ്യക്തമായിട്ട് ജാതകാദേശത്തിൽ പറയുന്ന സെന്റൻസ് ആണ്.
വ്യക്തമായിട്ട് പറയുന്നുണ്ട് ധാരനാശമേ ഉണ്ടാക്കുകയുള്ളൂ. ഇത് വളരെ കൃത്യവുമാണ്. ജാതകാദേശമൊക്കെ സ്റ്റാൻഡേർഡ് ബുക്കാണ്, എല്ലാ ആചാര്യന്മാരും അംഗീകരിക്കുന്ന ബുക്കാണ്. ഇനി അടുത്ത് ഒന്ന് പെട്ടെന്ന് ഒരു ഗ്രഹനില വരയ്ക്കണം. വീടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പഠിക്കാം. ഗ്രഹനിലയില് കന്നി ലഗ്നം, 7 ബുധൻ, 7 വെച്ചാൽ മീനത്തില് ബുധൻ. ഇവിടെ ബുധൻ ആരാണ്? ഇല്ല, ആരാണ്? ലഗ്നാധിപൻ. ലഗ്നാധിപൻ. ലഗ്നാധിപൻ എവിടെ നിന്നാലും നല്ലതേ ചെയ്യുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. എവിടെ നിന്നാലും നല്ലതേ ചെയ്യുള്ളൂ. പക്ഷേ ജാതകാദേശത്തിന് 13-ൽ 5-ാമത്തെ പ്രമാണമെന്ന് തോന്നുന്നു, 4-ഓ 5-ഓ ആണ്. സൗമ്യേ നീചാരാരിവേ സപ്തമസ്തെ ഭാര്യ ദുഷ്ട ജാരിണി വൈശിഹി എന്നാണ് പറയുന്നത്. ബുധൻ നീചം ഭവിച്ച് 7-ൽ നിന്നാൽ, നീചം ഭവിച്ച് 7-ൽ നിൽക്കണമെങ്കിൽ ലഗ്നം എവിടെ വരും? കന്നിയിൽ ലഗ്നം വന്നാല് നീചം ഭവിച്ച് 7-ൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കന്നി ലഗ്നത്തിന് നീചം ഭവിച്ച് 7-ൽ പോകുമ്പോൾ ലഗ്നാധിപതി. ഈ ബുധൻ ഇങ്ങനെ ഒരു പുരുഷന്റെ ജാതകത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ ഭാര്യ ദുഷ്ടയായിരിക്കുമെന്നാണ്, ഭർത്താവിനെ ചതിക്കും, ജാരിണി വൈശികി സ്വഭാവ ദൂഷ്യമൊക്കെ അങ്ങേ അറ്റമെന്നാണ് പറയുന്നത്. ഇനി പിന്നെ എന്ത് വേണം? അപ്പൊ അവിടെ ലഗ്നാധിപനാണ്, ബുധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാൾക്ക് ബലം വേണം. ഇതാ പറയുന്നത് ചൊവ്വാദോഷം എന്ന് പറയുന്നത് ചൊവ്വ മാത്രമല്ല ദോഷം, എല്ലാവരും ദോഷം തന്നെ. വശമില്ലാതെ നിന്നു കൊടുത്താൽ ശുഭന്മാരും പാപന്റെ ഫലം ചെയ്യും, പാപന്മാർ ശുഭന്റെ ഫലം ചെയ്യും. പാപന്മാർ ശുഭന്റെ ഫലം ചെയ്യുന്നത് എങ്ങനെയെന്ന് അടുത്ത് ഇപ്പോൾ കാണാം. എഴുതിക്കൊണ്ടു, താഴെ എഴുതിക്കൊണ്ടു. കന്നി ലഗ്നം, ബുധൻ ലഗ്നാധിപതി. കന്നി ലഗ്നം, ബുധൻ ലഗ്നാധിപതി. അത് നീചം ഭവിച്ച് 7-ൽ, നീചം ഭവിച്ച് 7-ൽ നിൽക്കുന്നു. നീചം ഭവിച്ച് 7-ൽ നിൽക്കുന്നു. ബുധൻ നീചം ഭവിച്ച് 7-ൽ നിന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ദുഷ്ടയായും സ്വഭാവ ദൂഷ്യമുള്ളവളുമായിരിക്കും. പോയില്ലേ, കുടുംബജീവിതം പോയില്ലേ? ദുഷ്ടയായും, ദുഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ ചതിക്കുക, അഡൽറ്ററി നേച്ചർ, സ്വഭാവ ദൂഷ്യം. അതിന് രണ്ടുപേരെ അർത്ഥം തന്നെ. ജാതകാദേശം 13-ൽ 5 എന്നിട്ടുണ്ട്, 5-ഓ 4-ഓ ആണ്, നോക്കിയെടുത്തോളണം. ബുധനൊക്കെ പോലെ ശുക്രന്റെ ഒന്നും വരുന്നില്ല സാർ. ശുക്രനാണ് ആകെ കുഴപ്പം. വേണമെങ്കിൽ എഴുതിക്കൊള്ളു. അടുത്തൊരു ഗ്രഹനിലയിട്ടുള്ളു. ഇടവ ലഗ്നം 7-ൽ ശുക്രൻ. ഇടവ ലഗ്നം 7-ൽ ശുക്രൻ. വൃശ്ചികത്തില്. ഇവിടെ ആര്? ശുക്രൻ ആര്? ശുക്രൻ ആര്? ലഗ്നാധിപതിയല്ലേ? ലഗ്നാധിപതി. ഇടവ ലഗ്നത്തിന് ശുക്രൻ 7-ൽ നിന്നാൽ ധാരനാശം. ഇടവ ലഗ്നത്തിന് ശുക്രൻ 7-ൽ നിന്നാൽ ധാരനാശം. ധാരത്തിന് നാശം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സൂക്ഷിക്കേണ്ട കേസ്. ധാരനാശം. ഇതാ ശ്ലോകം ഇതാണ്. അതിൻ്റെ എല്ലാവരും കാണാൻ പഠിക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു ശ്ലോകം ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് പറയാൻ നല്ലൊരു ശ്ലോകമാണ്. ജാതകാദേശത്തില് 13-ൽ 2. പാപ പാപേക്ഷിതോവ യതി ബലരഹിത പാപവർഗസ്ഥിതോവ
മൃതി ഭവനപതി മാന്യരാശീശ്വരോവ പുത്രസ്ഥാനാധിപോവ നീചസ്ഥ അമരാട്യോ മധുപകസിത പാപ സംയുക്ത ശുക്ല കുര്യസ്തു ധാരനാശം മദന ഉപക പാപ യോഗക്ഷണ ന എന്ന് പറഞ്ഞിട്ട് വലിയ 4 വരി, ചെറുതായിട്ട് എഴുതിയ 8 വരി. അതിനകത്ത് വരും ഇതൊക്കെ, ഈ പറഞ്ഞതൊക്കെ അതിനകത്ത് വരും. അപ്പോൾ നോക്കിക്കൊള്ളണം, ചൊവ്വാദോഷം എന്ന് പറയുന്ന ആളുകൾ നോക്കിക്കൊണ്ട് ആരൊക്കെ ദോഷം ചെയ്യണമെന്ന്. വശമില്ലാതെ നിന്ന് കൊടുത്താൽ യവന്മാരെല്ലാം കുഴപ്പക്കാർ തന്നെ. ഇതൊക്കെ നമ്മളെ പൊരുത്തത്തിൽ ആരെങ്കിലും നോക്കാറുണ്ടോ? ഇനി അടുത്ത് പാപന്മാര് ശുഭന്മാരാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതും തീർന്നില്ലല്ലോ, അതും കൂടി പഠിക്കണമല്ലോ. അടുത്തൊരു ഗ്രഹനില വരയ്ക്കണം. ചിങ്ങലഗ്നം. ഗുരുവും ശനിയും കൂടെ കുംഭത്തിൽ. ഇവിടെ എങ്ങനെ ചിന്തിക്കും? ശനിയെ കുറിച്ച്, ശനി നല്ല ഫലം കൊടുക്കുമോ, വ്യാഴം നല്ല ഫലം കൊടുക്കുമോ? ശനി കൊടുക്കുന്ന ഫലം എങ്ങനെ, വ്യാഴം കൊടുക്കുന്ന ഫലം എങ്ങനെ? ശനി നല്ല ഫലം കൊടുക്കും സാറേ. എങ്ങനെയാണ്? ശനി സ്വക്ഷേത്ര ബലവാനാണല്ലോ. അത് ഒരു പോയിന്റ്. സ്വക്ഷേത്ര ബലവാൻ എന്നുള്ളത് ഒരു മൂലത്രികോണത്തിലാണ് നിൽക്കുന്നത്, നല്ല ബലമുണ്ട്. വ്യാഴത്തിന്റെ യോഗം കൊണ്ട് ശനിക്ക് നല്ലത് വരുമോ കൊല്ലാത്തത് വരുമോ? നല്ലത് വരും. അതാണ് നമ്മൾ എഴുതിയത്. പാപന്മാർക്ക് ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ പാപത്വം കുറയും. ഇവിടെ പാപൻ എന്ന് പറയാൻ പറ്റൂല ശനിയെ. ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ്. 7ാം ഭാവപതി 7 തന്നെ നിൽപ്പുണ്ട്, അത് തന്നെ നല്ലത്. അതിന്റെ പുറത്ത് ഒരു ശുഭന്റെ ദൃഷ്ടിയും കൂടി, യോഗം കൂടി ഉള്ളത് നല്ലത്. വ്യാഴത്തിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും? വ്യാഴത്തിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും? 5 8 ഭവാധിപനാണ്. അപ്പോ കുംഭേ കർക്കടവത് ഫലാനി എന്നാണ് കോരയിൽ പറയുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് കർക്കടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഫലം പറഞ്ഞോ എന്നാണ് പറയുന്നത്. കുംഭേ കർക്കടവത് ഫലാനി, കുംഭത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് കർക്കടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഫലത്തിനെ പറഞ്ഞുവോ? അപ്പോൾ ഉച്ചഫലം കിട്ടുന്നു എന്നർത്ഥം. അത് കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അതോ അതിനേക്കാളും കിട്ടുമോ? ഫലം കിട്ടും സാർ. കിട്ടുമോ? പകുതി. എന്നാ കുറച്ച് കാര്യം മനസ്സിലായി. ശുഭഗ്രഹത്തിന് പാപഗ്രഹത്തിന്റെ യോഗം വരുമ്പോൾ ശുഭഫലം കുറയും. കുറയും എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ പകുതി എന്ന് പറഞ്ഞത്. മനസ്സിലായി? പാപഗ്രഹത്തിന് ശുഭഗ്രഹത്തിന്റെ യോഗദൃഷ്ടി വരുമ്പോൾ ശുഭത്വം കൂടും, ശുഭന് പാപത്വം കുറയും. ഒരു നല്ലൊരു വ്യക്തി, ഒരു കോളേജ് അധ്യാപകൻ, അയാൾ ഒരു ഗുണ്ടയുടെ കൂടി നിന്നാൽ ആർക്ക് നന്നായിരിക്കും? അധ്യാപകന് ദോഷം, മറ്റേ ആൾക്ക് നല്ലത്. അയാളെ വീട്ടിൽ ഒരു ഗുണ്ടയെ പിടിച്ച് നിർത്തിയിരുന്നു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു. കാരണം അവിടെ പോലീസോ പട്ടാളമോ കയറൂല, നല്ല ഗ്ലാമറുണ്ട്. ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ചിന്തിച്ചുകൊണ്ടാൽ മതി. ഇവിടെ വരുമ്പോൾ ഗുരു ശുഭഗ്രഹത്തിന് പാപഗ്രഹത്തിന്റെ യോഗം, ശുഭത്വം, ഗുരുവിന്റെ ശുഭത്വം നശിക്കും, കുറയും, ശുഭത്വം നഷ്ടപ്പെടും. പാപഗ്രഹത്തിന് ശുഭത്വത്തിന്റെ യോഗം ഉള്ളതുകൊണ്ട്, ശുഭന്റെ യോഗം ഉള്ളതുകൊണ്ട് ശുഭത്വം കൂടും. പാപഗ്രഹത്തിന് പാപത്വം കുറഞ്ഞ് ശുഭത്വം കൂടും, ശുഭഗ്രഹത്തിന് ശുഭത്വം കുറഞ്ഞ് പാപത്വം കൂടും. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ എഴുതിയ ലൈനിങ്ങിന്റെ
ആ ലൈനിന്റെ അർത്ഥം ഇതാണ്. പക്ഷെ ഈ അർത്ഥം ഇങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതിയിരുന്നാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഒരു എക്സാമ്പിൾ കൊടുക്കുമ്പോഴേ ഇത് ക്ലിയർ ആവുള്ളൂ. പാപഗ്രഹങ്ങൾ, സ്ഥാനം, യോഗം എന്നിവ കൊണ്ട് ശുഭൻ പാപബലവും പാപൻ ശുഭബലവും നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് മനസ്സിലാകാൻ പറ്റും? അതിനകത്ത് എന്തോന്ന് മനസ്സിലാകും? ഇങ്ങനെയാണ് പാപബലം. നമ്മൾ ഫലങ്ങൾ പറയുമ്പോൾ, ആളുകൾ പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിയും, ഇവിടെ വേറെ ഒരു ദോഷം കൂടി ഉണ്ട്. ശുഭനും പാപനും കൂടി 7 നിന്നാൽ 2 മാരേജ് നടക്കുമെന്നാണ്. 2 മാരേജ് നടക്കും. ഒരു മാരേജ് ഡൈവേഴ്സായി പോവുകയോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ട് തള്ളിയിട്ട് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. വേറെ വിഷയങ്ങളുണ്ട്, അതൊക്കെ വേറെ വിഷയം. അതൊക്കെ കൂടെ ഇപ്പൊ പറയാൻ പറ്റൂല. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ശുഭനും പാപനും കൂടി ഒരുമിച്ച് നിൽക്കുക. ബലവും കൂടി നോക്കണം. ഇവിടെ രണ്ടുപേരും ബലമാണ്. വ്യാഴത്തിന് കർക്കിടകത്തിൽ നിൽക്കുന്ന ഫലം കൊടുക്കാനാണ് പറയുന്നത് ആചാര്യൻ. വ്യാഴം കുറഞ്ഞ വ്യാഴമല്ല, 5ാം ഭാവപതി കൂടിയാണ്, ശുഭത്വവും കൂടി അതിനുണ്ട്. ശനി സ്വക്ഷേത്ര ബലവാൻ. ഞാനും മിടുക്കനാണെന്നാണ് ശനി പറയുന്നത്. ഞാൻ എൻ്റെ രാശിയിലാണ് നിൽക്കുന്നത്, മൂലത്രികോണ രാശിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ മാറ്റി നിർത്താനൊന്നും പറ്റൂല. അപ്പോൾ ശനിക്ക് അവിടെ ബലം കൂടുന്നു. ശുഭത്വം, ബലമല്ല ശുഭത്വം. നമ്മൾ ബലം എന്നുള്ള വാക്കിനെ കളയുക. ശുഭത്വം കൂടുന്നു, വ്യാഴത്തിന്റെ ശുഭത്വം നഷ്ടപ്പെടുന്നു. എഴുതിക്കൊള്ളുന്നു. ശനി മൂലത്രികോണ രാശിയിൽ നിൽക്കുന്നു. ശനി മൂലത്രികോണ രാശിയിൽ നിൽക്കുന്നു. കുംഭത്തിലെ വ്യാഴത്തിന് കർക്കിടകത്തിലെ ഫലം നൽകാം എന്ന്, കുംഭത്തിലെ വ്യാഴത്തിന് കർക്കിടകത്തിലെ ഫലം നൽകാമെന്ന് പറയുന്നു എന്ന് ഹോരാശാസ്ത്രം പറയുന്നു. ഹോര പറയുന്നു. ഹോരയാണ് നമ്മളെ പ്രധാനപ്പെട്ട ഗ്രന്ഥം. അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണക്കിലെടുത്തുള്ളാം. രണ്ട് ഗ്രഹങ്ങൾക്കും ബലമുണ്ട്. രണ്ട് ഗ്രഹങ്ങൾക്കും ബലമുണ്ട്. പാപഗ്രഹമായ ശനി ബലവാനും ശുഭന്റെ യോഗമുള്ളതും കൊണ്ട് ശുഭത്വം കൂടുന്നു. പാപഗ്രഹമായ ശനി ബലവാനും ശുഭന്റെ യോഗം ഉള്ളതും കൊണ്ട് ശുഭത്വം കൂടുന്നു. ശുഭത്വം കൂടുന്നു. ശുഭനായ വ്യാഴത്തിന് പാപന്റെ യോഗമുള്ളത് കൊണ്ട് ശുഭത്വം കുറയുന്നു. ശുഭനായ വ്യാഴത്തിന് പാപന്റെ യോഗമുള്ളത് കൊണ്ട് ശുഭത്വം കുറയുന്നു. ഇനി അടുത്ത പോയിന്റ്. നല്ലൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. പാപം ശുഭന്റെ രാശിയാവുക. ഇപ്പൊ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജാതകം, ഒരാൾ ഒരു ലഗ്നം പറയണം, ഒരാളിന്റെ ജാതകം ഒരു ലഗ്നം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാള് ഒന്ന് പറയണം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ പറയുന്നതാണ് നല്ലത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മകരലഗ്നം. മകരലഗ്നത്തിന് 1ാം ഭാവം ശനിയുടെ രാശി, അത് പാപഗ്രഹത്തിന്റെ രാശി.
രണ്ടാം ഭാവം കുംഭം, അതും പാപഗ്രഹത്തിന്റെ രാശി. മൂന്നാം ഭാവം ശുഭരാശി, ആരുടേത്? വ്യാഴത്തിന്റെ. അപ്പോൾ മൂന്നാം ഭാവം ആരുടെന്ന് ചോദിച്ചാൽ ശുഭന്റെ രാശി. നാലാം ഭാവം മേടം, പാപന്റെ രാശി. അഞ്ചാം ഭാവം ഇടവം, ശുഭന്റെ രാശി. ആറാം ഭാവം ബുധന്റെ രാശി, മിഥുനം. ഏഴാം ഭാവം കർക്കടകം, ശുഭന്റെ രാശിയായിട്ട് എടുക്കാം. എട്ടാം ഭാവം പാപന്റെ രാശി, ചിങ്ങം. ഒൻപതാം ഭാവം ശുഭന്റെ രാശി, ബുധന്റെ. പത്താം ഭാവം ശുക്രന്റെ രാശി, അത് ശുഭരാശി. 11ാം ഭാവം പാപന്റെ രാശി, ചൊവ്വയുടെ രാശി. 12ാം ഭാവം ശുഭന്റെ രാശി. ഇതാണ് പാപം ശുഭന്റെ രാശിയാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. ഇപ്പോഴും ക്ലിയർ ആയിരിക്കും തോന്നുന്നു. പാപം, അപ്പോൾ നമ്മളിപ്പം ചോദിക്കണം, മകര ലഗ്നക്കാരന് അയാളെ സന്താനം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഏത് രാശിയെ പിടിക്കും? ഇടവം ശുഭന്റെ രാശി, അത് നല്ലതാണ്. 1 പോയിന്റായി, 1 പ്ലസ് പോയിന്റായി. 1 പോയിന്റ് കൊടുക്കാം, പ്ലസ് പോയിന്റ് 1 കൊടുക്കാം. പാപം ശുഭന്റെ രാശിയാണ്, പാപം കൊള്ളാം. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അടുത്ത് ഭാവാധിപൻ. ഭാവാധിപൻ ആര്? ശുക്രൻ. ശുക്രൻ നോക്കണം. അടുത്ത് ശുക്രൻ എവിടെ നിൽക്കുന്നു? അപ്പോൾ പാപം ശുഭന്റെ രാശിയാവുക, ബലവാനായ ശുഭഗ്രഹം പാവാധിപന്റെ ബന്ധു, ഇവരുടെ യോഗമോ ദൃഷ്ടിയോ പാപത്തിന് വരിക. ആ പാപത്തില് പാപൻ ശുഭന്റെ രാശിയാവുക എന്ന് പറഞ്ഞാൽ 1, അത് 1 പോയിന്റ്. ബലവാനായ ശുഭഗ്രഹം ആ പാപത്തിൽ നിൽക്കുകയോ നോക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ പാവാധിപൻ നിൽക്കുകയോ നോക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ പാവാധിപന്റെ ബന്ധു നിൽക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പാപം പുഷ്ടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. അതാദ്യം പറയുന്നത് പാപം ശുഭന്റെ രാശിയാവുക. പാപം ശുഭന്റെ രാശിയായിരുന്നാൽ ഒരു മാർക്ക് കൊടുത്തു, 1 പ്ലസ് പോയിന്റ് കൊടുത്തു. അടുത്ത കഴിഞ്ഞ് ആ പാപത്തില് നിൽക്കുന്ന ആരെന്ന് നോക്കണം, അല്ലെങ്കിൽ നോക്കുന്നത് ആരെന്ന് നോക്കണം. നിന്നില്ലെങ്കിൽ നോക്കിയാലും മതി. ആ നിൽക്കുന്ന ആള് ഒരു ബലമുള്ള ശുഭനായിരിക്കണം, അല്ലെങ്കിൽ ആ പാപത്തിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ ശുഭരാശിയാണെങ്കിൽ ശുഭനെ നിൽക്കുകയുള്ളൂ, പാപരാശിയാണെങ്കിൽ പാപനായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ പാപം ശുഭരാശിയായിരിക്കുക എന്നുള്ള 1 പോയിന്റ് 1. അടുത്ത് രണ്ടാമത് പറയുന്നത് പാപത്തില് പാവാധിപന്റെ ബന്ധുവോ പാവാധിപനോ ശുഭനോ ദൃഷ്ടിയോ യോഗം വരികയും ചെയ്തു കഴിഞ്ഞാൽ പാപത്തിന് പുഷ്ടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒന്ന് എഴുതാം, എഴുതിയിട്ട് എക്സാമ്പിൾ ഇട്ട് തരാം. ഈ ഒരു എക്സാമ്പിളിൽ കൂടി പഠിക്കുമ്പോൾ മതിയാവും. പാപം ശുഭരാശിയാവുക, അല്ലെങ്കിൽ ആവുക, ബലവാനായ ശുഭഗ്രഹം പാവാധിപന്റെ ബന്ധു ഇവരുടെ യോഗമോ ദൃഷ്ടിയോ പാപത്തിന് വരിക. കൂടാതെ പാവാധിപനും കാരകനും ബലം വരിക. എങ്കിൽ പാപം ഉണ്ടാകും. ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളണം.
ഒരു ഗ്രഹനില വരച്ചോളണം. കുംഭലഗ്നം, കുംഭത്തില് ലഗ്നം ഇടണം. കുംഭത്തില് ലഗ്നം ഇടണം. മീനത്തില് ചൊവ്വ. മീനത്തില് ചൊവ്വ. ഇടവത്തില് രാഹു. ഇടവത്തില് രാഹു. കന്നിയില് ശുക്രൻ. കന്നിയില് ശുക്രൻ. തുലാത്തില് രവി, ചന്ദ്രൻ, ബുധൻ. രവി, ചന്ദ്രൻ, ബുധൻ. വൃശ്ചികത്തില് കേതുവും മാന്നിയും. ധനുവില് വ്യാഴം. മകരത്തില് ശനി. മകരത്തില് ശനി. 14/11/2020. 14/11/2020 2:20 PM. 2:20 PM. ചോതി നക്ഷത്രം, അമാവാസി ശനിയാഴ്ച. ചോതി നക്ഷത്രം, അമാവാസി ശനിയാഴ്ച. ഇതെങ്ങനെ ചിന്തിക്കാം? ആദ്യം ഏതെങ്കിലും ഒരു ഭാവം പറയണം. 4-ാം ഭാവം എടുക്കണം. 4-ാം ഭാവം ഏതാണ്? ഇടവൻ രാശി. ഇടവം. 4-ാം ഭാവം എന്ന് നമ്മൾ ഹെഡിങ് ഇട്ട് കഴിഞ്ഞാൽ എഴുതണ രണ്ടാമത് എഴുതാം മനസ്സിലാക്കിയിട്ട്. 4-ാം ഭാവം ഇടവൻ രാശി. അത് ശുഭരാശിയാണോ പാപരാശിയാണോ? ശുഭരാശി. ശുഭരാശി. പക്ഷെ നിൽക്കുന്നത് ആളാര്? പാപൻ. അതുപോലെയാണ് നിൽക്കുന്നത് പാപൻ. അപ്പോൾ കുഴപ്പമാണ്. പാപം ശുഭരാശിയാണ്, നിൽക്കുന്നത് പാപനാവുമ്പോൾ അതിൻ്റെ ശുഭത്വം അവിടെ നഷ്ടപ്പെടുന്നു. നിൽക്കുന്ന പാപൻ. അത് കഴിഞ്ഞിട്ട് ഭാവാധിപൻ എവിടെ പോയി? അഷ്ടമത്തില്. അഷ്ടമത്തില് നീചം. ഇങ്ങനെ നോക്കണം നമ്മൾ. 4-ാം ഭാവം എങ്ങനെയൊക്കെ ചോദിച്ചാൽ പതുക്കെ ആ പാപം നോക്കണം. ശുഭരാശി നിൽക്കുന്നത് പാപൻ, അപ്പോൾ നല്ലതല്ല. ഭാവാധിപൻ അഷ്ടമത്തിൽ പോയത് മാത്രമല്ല ജീർണിച്ച് നിൽക്കുകയാണ്, നീചം. എന്നിട്ട് അടുത്ത് 4-ാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം? അമ്മ, വാഹനം, വീട്. വീട്. ഒന്ന് അമ്മ. അമ്മയെ ചിന്തിക്കുമ്പോൾ കാരകൻ ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനെ കൂടി നോക്കണം. ചന്ദ്രന്റെ സ്ഥിതി ഒന്ന് നോക്കണം. എങ്ങനെയാണ്? തിരിയല്ല, അമാവാസിയല്ലേ? അമാവാസി. ചന്ദ്രൻ എവിടെ നിന്നാലും കാര്യമില്ല. അമാവാസി ചന്ദ്രൻ തീർന്നു. ചന്ദ്രന് പക്ഷബലമാണ് ഏറ്റവും പ്രധാനം. ചന്ദ്രൻ തീർന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൊണ്ട് നല്ലതല്ല എന്ന് പറയാം. ആ ഭാവം നല്ലതല്ല, പുഷ്ടിയില്ല ഭാവത്തിന്. 4-ാം ഭാവം ശുഭരാശി തന്നെ, നിൽക്കുന്നത് രാഹു, നല്ലതല്ല. ഭാവാധിപൻ നീചം വന്നത് മാത്രമല്ല അഷ്ടമത്തിൽ പോയി, നല്ലതല്ല. കാരകന് ഒട്ടും ബലമില്ല, അമാവാസിയാണ്, സൂര്യന്റെയും ബുധന്റെയും കൂടെ. അപ്പോൾ പാപം പോയി, പാപപതി പോയി, കാരകൻ പോയി. ഇനി 4-ാം ഭാവം കൊണ്ട് വാഹനത്തിനെ ചിന്തിച്ചാൽ എങ്ങനെ ചിന്തിക്കും? ഇയാൾക്ക് വാഹന ഭാഗ്യമൊക്കെ എങ്ങനെ ഇരിക്കും നോക്കാം. 4-ാം ഭാവം ശുഭരാശിയനല്ലോ. കാരകനായ ശുക്രൻ അഷ്ടമത്തിലല്ലേ സാറേ? കാരകനായ ശുക്രൻ. അതാണ് അവിടെ നോക്കുമ്പോൾ 4-ാം ഭാവം, 4-ാം ഭാവതി കാരകൻ, വീണ്ടും ശുക്രൻ പോയി, വാഹനവും പോയി. വാഹന ഭാഗ്യം. വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദുരിതം ഉണ്ടാവും, എടുക്കാതിരിക്കാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയുള്ളവരാണ് വാഹന അപകടങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെയുള്ളവർക്കായിരിക്കും കുഴപ്പം സംഭവിക്കും. വാഹനം പോയി. ഇനി സുഖജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് ആരാണ്? സുഖം. 4-ാം ഭാവം കൊണ്ട് സുഖത്തിനെ ചിന്തിക്കാമല്ലോ.
ശുക്രൻ. സുഖം വ്യാഴമാണ്. അതിന് കുഴപ്പമില്ല, വ്യാഴത്തിന് ബലമുണ്ട്. ഭാവം പോയി, ഭാവപതി പോയി, 4-ാം ഭാവം പോയി, 4-ാം ഭാവപതി പോയി, പക്ഷെ കാരകന് ബലമുണ്ട്. നല്ല ബലമായിട്ട് 11-ല് സ്വക്ഷേത്ര ബലമുണ്ട്. അത് കുറച്ചു കൊള്ളാം. അപ്പോൾ 3 കാര്യങ്ങൾ, ഭാവം, ഭാവപതി, കാരകനില് കാരകന് ബലമുണ്ട്. അപ്പോൾ കുറച്ചൊരു നന്മ കിട്ടും. ഇങ്ങനെയാണ് ഒരു കാര്യം ചിന്തിക്കേണ്ടത്. നമുക്ക് ചോദിക്കുന്നവരൊക്കെ ഭാവം എന്ന് പറയുന്നത് അവർ ചോദിക്കും, എൻ്റെ മക്കളൊക്കെ എങ്ങനെ ഇരിക്കും, എന്നെ നോക്കുവോ എന്നായിരിക്കും ചോദിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ചിന്തിച്ചോളണം. അപ്പോൾ മക്കൾ എങ്ങനെയിരിക്കും ചോദിച്ചാൽ 5-ാം ഭാവം, 5-ാം ഭാവപതി, വ്യാഴം, ഇത്രയും കൂടി നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കണം. ഒരു കാരകൻ എന്ന് അറിയുന്ന ഭാവം, ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യം ചിന്തിക്കേണ്ട ഭാവം ഏതാണ് എന്നറിയണം, അതിൻ്റെ കാരകൻ ഏതെന്നറിയണം. അറിഞ്ഞാലേ കാര്യം നടക്കുകയുള്ളൂ. ഇനി 9-ാം ഭാവത്തിനൊന്ന് നോക്കണം. 4-ാം ഭാവം കഴിഞ്ഞു, 9-ാം ഭാവം ഒന്ന് നോക്കണം. ഏത് രാശി? തുലാം രാശി. തുലാരാശി. ശുഭരാശിയനല്ലോ. അതെ. അവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? അവിടെ നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള അഭിപ്രായം? പാപന്മാരാണ്, ബലമില്ല. പാപന്മാരാരൊക്കെ പാപന്മാര്? ഒരു ചന്ദ്രന് പട്ടബലം. പാവനാവാസിയായിട്ട് അവൻ പാവനായില്ലേ സാറേ? പാവനായി. സൂര്യൻ പാവനായി. ബുധൻ? ഒരു പാവനോട് ചേർന്നാൽ ബുധനും പാവനാണല്ലോ. വേറെ എന്തെങ്കിലും ദോഷമുണ്ടോ? ബുധൻ നൈസർഗിക ശുഭനാണ്. പാവനോട് ചേർന്നുമ്പോൾ പാവന് വേറെ എന്തെങ്കിലും ദോഷമുണ്ടോ? സൂര്യന് നീചമാണ്. നീചം ഭവിച്ച ഗ്രഹം ഒരു രാശിയിൽ വരിക എന്ന് പറഞ്ഞാൽ ആ രാശിക്ക്, ആ ഭാവത്തിന് നല്ലതല്ല. ചന്ദ്രൻ 6-ാം ഭാവപതി, ബുധൻ 8-ാം ഭാവപതി, 6ഉം 8ഉം ചൊവ്വയുടെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയും അവിടെ ഉണ്ട്. നോക്കണം. ഇങ്ങനെയാണ് കൊണ്ട് ഘടിപ്പിക്കേണ്ടത്. എല്ലാം നോക്കണം. അവിടെ നിൽക്കുന്നത് ആരൊക്കെ, അവരെ ഭാവപത്യം എന്തോന്ന്, അവിടെ നോക്കുന്നത് ആരൊക്കെ, എല്ലാം കൂടി നോക്കിയിട്ട് തീരുമാനം എടുക്കാവൂ. സൂര്യൻ നീചം ഭവിച്ച ഗ്രഹം ഒരു ഭാവത്തിൽ വരരുത്. ചന്ദ്രൻ നിങ്ങൾ പറഞ്ഞ പോലെ ക്ഷീണചന്ദ്രൻ, അമാവാസി, പാപനാണ്, 6-ാം ഭാവപതിയാണ്. ബുധന് ബലമുള്ള ഭാവം 8-ാം ഭാവമാണ്. 8-ാം ഭാവത്തിലാണ് ഉച്ച അവകാശമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അഷ്ടമാധിപതിയാണ്. 6-ാം ഭാവപതിയും അഷ്ടമാധിപതിയും ദുസ്ഥാനന്മാരാണ്. ശനി 12-ാം ഭാവപതിക്ക് അവിടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 6, 8, 12 എല്ലാം അവിടെ ബന്ധപ്പെട്ടു. 6 അവിടെ നിൽക്കുന്നു, 8 അവിടെ നിൽക്കുന്നു, 12 ദൃഷ്ടിയുണ്ട്, ചൊവ്വയ്ക്ക് ദൃഷ്ടിയുണ്ട്. നോക്കണം. എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് അടുത്ത് പോകാം. ശരി തന്നെ? ശരിയാണ് സാർ. ഇനി ഇനി ഭാവപതി എവിടെ പോയിക്കണം നോക്കണം. ഭാവപതി അത് 8-ൽ പോയി മറഞ്ഞു. 8-ൽ പോയി, നീചം ഭവിച്ച് 8-ൽ പോയി മറഞ്ഞു. അച്ഛനെ കുറിച്ചാണ് ചിന്തിക്കുന്നെങ്കിൽ കാരകനാര്? രവിയാണ്. രവി ബലമില്ല. അപ്പൊ 4ഉം 9ഉം നല്ല തീരുമാനമായി. അമ്മയും തീരുമാനമായി, അച്ഛനും തീരുമാനമായി. കൊണ്ടുവന്നതും ചോദിക്കും, ജാതകം എഴുതാൻ കൊണ്ടുവന്നതും ചോദിക്കും, അമ്മയ്ക്കും അച്ഛനും ഒക്കെ എങ്ങനെ ഇരിക്കും? നമ്മൾ എന്തോന്ന് പറയും? നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഈ ജാതകം വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും കുഴപ്പമാവും. അയ്യോ എൻ്റെ കൊച്ചിന് എന്താണ് കുഴപ്പം, ജാതകം എഴുതാൻ പറ്റൂലേ എന്ന് ചോദിക്കും. പലതും എഴുതാൻ പറ്റുമെന്ന് കേട്ടാൽ എഴുതാനും പാടില്ല. എഴുതാൻ വന്ന ഒരു ജാതകമാണ്. അതിലൊക്കെയാണ് 4, 9 പിടിച്ചത്. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരാള് നീചം, ഒരാള് അമാവാസി തിഥിയും പാപ ബന്ധവുമാണ്.
ഒരാൾ അഷ്ടമാധിപൻ, ഒരാൾ 6-ാം ഭാവാധിപൻ, 12-ാം ഭാവാധിപനെ ശനിയുടെ ദൃഷ്ടി, ചൊവ്വയുടെ ദൃഷ്ടി. പാവന്മാർ എല്ലാവരും അവിടെ ക്യാമ്പ് അടിച്ചു. സൂര്യൻ, ചൊവ്വ, ശനി, പിന്നെ ക്ഷീണചന്ദ്രൻ, ബുധൻ. നല്ലതല്ല, ഭാവപതി പോയി അഷ്ടമത്തില്, കാരകന് നീചം. അപ്പോൾ പിതാവിന്റെ കാര്യത്തിലും ഉറച്ച തീരുമാനമായി. ഇനി അടുത്ത 11-ാം ഭാവത്തിനെ നോക്കണം. അത് കൊള്ളാമോ നോക്കണം. നമ്മളെല്ലാം നെഗറ്റീവ് മാത്രം നോക്കിയാൽ പോരല്ലോ. 11-ാം ഭാവം, 11-ാം ഭാവം ധനു. അത് ശുഭരാശിയാണോ പാപരാശിയാണോ? ശുഭരാശി. ശുഭരാശി. അവിടെ ആര് നിൽക്കുന്നത്? ഭാവാധിപൻ. പാവാധിപൻ അവിടെ ബലവാനായിട്ട് നിൽപ്പുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പാപന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടോ എന്ന് നോക്കണം. ആരെങ്കിലും അവിടെ എത്തി നോക്കണോ നോക്കണം. ഇല്ല. ശനിക്ക് ദൃഷ്ടിയില്ല, ചൊവ്വയ്ക്ക് ദൃഷ്ടിയില്ല, സൂര്യന് ദൃഷ്ടിയില്ല, രാഹുകേതുക്കളില്ല, ആരുമില്ല. അപ്പോൾ 11 കൊണ്ട് ചിന്തിക്കേണ്ടത് നല്ല ഭാവമാണ്. നല്ല ഭാവം, വരുമാന മാർഗവും അഭീഷ്ട സിദ്ധിയൊക്കെ ഉണ്ടാവും. നല്ലതാണ്. വ്യാഴം നല്ല വ്യാഴമാണ്. അതിൻ്റെ ഒരു കാരുണ്യം കിട്ടും. അത് നമുക്ക് നല്ലത് പറയാം. ശുഭരാശിയാണ്. അവിടെ പാവാധിപൻ അവിടെ നിൽക്കുന്നു. ഒരു പാപം, അന്യഗ്രഹങ്ങളുടെ ഒരു പാപബന്ധവും അവിടെ ഇല്ല. അപ്പോൾ ആ ഭാവം ശുദ്ധമാണ്, നല്ലതാണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരർത്ഥം. ഒന്ന് എഴുതാം. നാലാം ഭാവം, 4-ാം ഭാവം ഇടവൻ രാശി. ശുഭരാശിയാണ്. നിൽക്കുന്നത് പാപനായ രാഹു. നിൽക്കുന്നത് പാപനായ രാഹു. പാപപതിയായ ശുക്രൻ നീചം ഭവിച്ച അഷ്ടമത്തിൽ. പാപപതിയായ ശുക്രൻ നീചം ഭവിച്ച അഷ്ടമത്തിൽ. നല്ല ഇടിവെട്ട് നടക്കുകയാണ്. മഴയുടെ ലക്ഷണം ഇടിവെട്ടാണ്. പാവാധിപനായ ശുക്രൻ നീചം ഭവിച്ച അഷ്ടമത്തിൽ. എനിക്കിവിടെ ഇടിവെട്ടും മഴയായതുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല സാറേ. അതാണ് കുഴപ്പം. ഇടിവെട്ട സമയത്ത് മൊബൈല് കുറെ ദിവസമായി, കുറെ നേരമായി അതിന് കട്ടായി പോകുന്നത്. അടുത്ത ദിവസം തുടങ്ങാം സാർ. കുഴപ്പമില്ല, നോക്കാം. പരമാവധി നോക്കാം. ഇനി തുടങ്ങുകയാണെങ്കിൽ നിർത്താം. ഇവിടെ എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ശരി, അത് വീഡിയോ ഇട്ട് തരാൻ പറയാം. സാറിനോട് പറയാം. ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ. അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാരകൻ ചന്ദ്രൻ. ചന്ദ്രന് പക്ഷബലമില്ല. ചന്ദ്രന് പക്ഷബലമില്ല. അപ്പോൾ മാതാവിന്റെ കാര്യത്തിൽ ശുഭത്വമില്ല. മാതാവിന്റെ കാര്യത്തിൽ ശുഭത്വമില്ല. മാതാവ് ഉണ്ടായിരിക്കും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്ക് നല്ലൊരു അനുഭവമായിരിക്കില്ല. അസുഖങ്ങൾ കൊണ്ടോ പല വിഷമങ്ങൾ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഉണ്ട്. അമ്മയ്ക്കൊരു നല്ല അനുഭവമല്ല വരുന്നത്. കാരണം ഇതെങ്ങനെയാണ് വരുന്നത്? 4-ല് രാഹു നിൽക്കുന്ന മാത്രം മതി. 4-ാം ഭാവാധിപൻ പോയി, നീചം ഭവിച്ച അഷ്ടമത്തിൽ പോയി. ചന്ദ്രന് ബലമില്ല. ഇനി വേറെയും കുഴപ്പമുണ്ട്. ഈ കൊച്ചിന് വേറെയും കുഴപ്പമുണ്ട്. അത് രണ്ടാമത് പറയാം.
അടുത്ത ലൈനില് വാഹനത്തിന്റെ കാര്യത്തിൽ നാലാം ഭാവപതി കാരകൻ ശുക്രൻ. വാഹനത്തിന്റെ കാര്യത്തിൽ നാലാം ഭാവപതി ശുക്രൻ. അതിനും ശുഭത്വം പറയാൻ പറ്റത്തില്ല, അതിനും ശുഭത്വമില്ല. ഇനി അടുത്ത സൈഡ് കയറ്റി 9ാം ഭാവം. ഒൻപതാം ഭാവം തുലാം രാശി. ശുഭരാശിയാണ്. അവിടെ നിൽക്കുന്നത് നീചം ഭവിച്ച സൂര്യൻ, പക്ഷബലമില്ലാത്ത ചന്ദ്രൻ, ചന്ദ്രൻ 6ാം ഭാവപതി കൂടിയാണ്. അഷ്ടമാധിപനായ ബുധൻ, അഷ്ടമാധിപതി കൂടിയായ ബുധൻ കൂടാതെ ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി. ഇതൊന്നും നല്ലതല്ല. ചന്ദ്രൻ 6ാം ഭാവപതി, ബുധൻ 8ാം ഭാവപതി, ശനി 12ാം ഭാവപതി. ചന്ദ്രൻ 6ാം ഭാവപതി, ബുധൻ 8ാം ഭാവപതി, ശനി 12ാം ഭാവപതി. 6, 8, 12 ബന്ധം ഒരു ഭാവത്തിനും നല്ലതല്ല. 6, 8, 12 ബന്ധം ഒരു ഭാവത്തിനും നല്ലതല്ല. 9ാം ഭാവപതി നീചം ഭവിച്ച അഷ്ടമത്തിൽ. പിതാവിന്റെ കാര്യം പറയുമ്പോൾ കാരകൻ സൂര്യന് നീചമാണ്.
ഇങ്ങനെ ഏതൊരു കാര്യം, അടുത്ത ലൈനിൽ, ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴും, ഇങ്ങനെ ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴും പാവം, പാവപതി, കാരകൻ എന്നിവരെ നോക്കി വിലയിരുത്തണം. പാവം, പാവപതി, കാരകൻ എന്നിവരെ നോക്കി വിലയിരുത്തണം. പാവം, പാവപതി, കാരകൻ എന്നിവരെ നോക്കി വിലയിരുത്തണം. അടുത്ത ഹെഡിങ് 11-ാം ഭാവം. പതിനൊന്നാം ഭാവത്തിൽ പാവപതിയ 11-ാം ഭാവം ശുഭരാശിയാണ്. പതിനൊന്നാം ഭാവം ശുഭരാശിയാണ്. അവിടെ ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അതിന് ഒരു ദോഷമുണ്ട്, പറഞ്ഞു നോക്കണം. 11-ാം ഭാവത്തിന് ഒരു ദോഷമുണ്ട്, പറഞ്ഞു നോക്കണം. പാപമധ്യസ്ഥിതി ഉണ്ട്. എന്നാൽ പാവത്തിനും പാവപതിക്കും പാപമധ്യസ്ഥിതി ഉണ്ട്. അത് ദോഷമാണ്. ഒരു സൈഡ് ശനി, ഒരു സൈഡ് കേതു. പാവത്തിനും പാവപതിക്കും പാപമധ്യസ്ഥിതി ഉണ്ട്. അത് ദോഷമാണ്. ഇനി ഒരു ഗ്രഹനില തരാം, അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. ഇന്നിപ്പോൾ ഒരുപാട് ഇരിക്കാൻ പറ്റൂല, വീഡിയോ ഇട്ട് ഭയങ്കര. 14/9/2020 14/9/2020 12:30 PM 12:30 PM പൂയം നക്ഷത്രം, ദ്വാദശി കൃഷ്ണപക്ഷം, തിങ്കളാഴ്ച. ഗ്രഹനിലയിട്ടുള്ളൂ, ഗ്രഹനിലയിട്ടു. മേടത്തില് ചൊവ്വ, മേടത്തില് ചൊവ്വ. കർക്കിടകത്തില് ചന്ദ്രനും ശുക്രനും, കർക്കിടകത്തില് ചന്ദ്രനും ശുക്രനും. ചിങ്ങത്തില് സൂര്യൻ, ചിങ്ങത്തില് സൂര്യൻ. കന്നിയില് ബുധൻ, കന്നിയില് ബുധൻ. വൃശ്ചിക ലഗ്നം, വൃശ്ചിക ലഗ്നം. ധനുവില് ഗുരുവും കേതുവും,
ധനുവില് ഗുരുവും കേതുവും, മകരത്തില് ശനിയും മാന്നി. മകരത്തില് ശനിയും മാന്നി. എന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞു നോക്കണം. ഹലോ, സുക്ഷേത്രം. എല്ലാ ഗ്രഹങ്ങളും സ്വക്ഷേത്ര ഭഗവാന്മാരായിട്ടാണല്ലോ സാറേ കാണുന്നത്. അതാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ കൊണ്ട് ജനിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ചൊവ്വ സ്വക്ഷേത്രം, ചന്ദ്രൻ സ്വക്ഷേത്രം, ശുക്രൻ സ്വക്ഷേത്രം അല്ലെങ്കിലും ശുക്രൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ സ്വക്ഷേത്രം, ബുധൻ സ്വക്ഷേത്രം, ഗുരു സ്വക്ഷേത്രം, ശനി സ്വക്ഷേത്രം. വേറെ ഒരു പ്രത്യേകത, ആർക്കും അനിഷ്ട സ്ഥിതിയും കൂടിയില്ല. ശനി 3ഉം 4ഉം ഭാവത്തിൽ 3ൽ നിൽക്കുന്നു. ലഗ്നാധിപതിയായ ചൊവ്വയ്ക്ക് ലഗ്നത്തിന് ദൃഷ്ടി കിടക്കുന്നു, നല്ലത്. ബുധൻ 11ല്, സൂര്യൻ 10ല്, ചന്ദ്രൻ ശുക്രനും 9ല്, ഗുരു 2ല്. എല്ലാം നല്ല സെറ്റപ്പാണ് ഇപ്പോണ്ട്. ഇത് നോക്ക്, അടുത്ത ക്ലാസ്സിലൊക്കെ ഇത് ഭയങ്കര ഇടിവെട്ടും മിന്നലും മഴയും ഒക്കെ ആയിരിക്കുകയാണ്. 5 മിനിറ്റ് നേരത്തെ നിർത്തേണ്ട വേറെ വഴിയില്ല. ശരി സാർ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ 15ാമത്തെ ചാപ്റ്റർ തുടങ്ങും. ഇതിനെ ഒന്ന് നോക്കിയിട്ട് വരും. തുടങ്ങി. അതാണ് പ്രശ്നത്തിന്റെ കാതലായ ചാപ്റ്റർ. അതാണ് കിടക്കുന്ന അത്രയും. നാഗരദോഷം ഇതെല്ലാം അതിനകത്ത് വരും. ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.